വിജയ ഓ കെട്ടിയുടെ പായം തുറക്കണം. നിന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവർ മൃഗീയമായി മർദ്ദിച്ചാണല്ലേ? മർദ്ദനം മാത്രോ? എന്റെ കഴുത്ത് കിടന്ന് 2 പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. പെരുന്തുപോലെ പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തതുകൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താണെന്നില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. ഓ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേയ്, പിന്നെ ഇവിടെ ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്.